മലർകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. മലർകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാഭായ് ടീച്ചർ പ്രഖ്യാപനം നടത്തി. നമ്മുടെ ഈ നാടിനെ ഇങ്ങനെ തന്നെ ഇതിലൂടെ കുറച്ചുകൂടെ ആവശ്യമായ രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കിവിടേക്ക് ഓരോരുത്തർക്കും. ഇവിടെ ഇരിക്കുന്ന ഒരാൾ 50 പേരിലേക്ക് ആശയം പകർന്നു കൊടുക്കുകയും ആ 50 പേരെ കൊണ്ട് ഇത് നിവർത്തിച്ചു തരാൻ തയ്യാറാവുകയും ചെയ്താൽ തന്നെ നമുക്ക് വലിയൊരു വിജയമാണ്. പിന്നെ ഇത് പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ വിദ്യാലയം, പഞ്ചായത്തിൻ്റെ 4 ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്, അതുകൂടാതെ സ്ഥാപനങ്ങളുണ്ട്. വളരെ നല്ല രീതിയിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഒരു കാഴ്ചവെക്കുന്നത്. അതിന് പ്രത്യേകിച്ചും നമ്മുടെ കർഷകരുടെ പ്രവർത്തിക്കുന്ന SMSലെ ഒരു കൂട്ട് വിദ്യാർത്ഥികളും അവിടുത്തെ അധ്യാപകരും എല്ലാവരും കൂടെ ചേർന്ന് നല്ല മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ രംഗത്ത് കാണുന്നത്. അത് കാണാൻ വേണ്ടി തന്നെ മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാരവിടെ വരികയും നമ്മളെല്ലാവരും അവിടെ പോയി കാണണം എങ്ങനെയാണ് അവർ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രത്നമ്മ അധ്യക്ഷയായി. പ്രീത എൻ, TS സുഗലാൽ, N ശൈലജ, MN ഹരികുമാർ, ജനപ്രതിനിധികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CC ഷിബു സ്വാഗതം പറഞ്ഞു. വാർഷിക പദ്ധതി നമ്മളേതാണ്ട് പൂർണ്ണമായി വീടുകൾ എടുക്കാതിരുന്നതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെട്ട മുഴുവൻ വീടുകൾക്കും ബയോബിൻ എത്തിച്ച് നൽകുവാൻ നമ്മൾ വാർഡ് മെമ്പർമാർ വഴി കഴിയുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം എടുത്തിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള മെൻസ്ട്രുവൽ കപ്പ് അടക്കമുള്ള പദ്ധതികൾ, ഇതെല്ലാം നമ്മൾ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിൽ എടുത്തിട്ടുള്ള പദ്ധതികൾ. അപ്പോൾ ഇതിനെല്ലാം ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് മാലിന്യമുക്ത പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തിൽ പ്രഖ്യാപിക്കാൻ കഴിയുന്നത്. നമ്മൾ ഈ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങാതെ നമ്മൾ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഇതിന് തുടർച്ച ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ഏപ്രിൽ മാസത്തിലോ അല്ലെങ്കിൽ മാർച്ച് മാസത്തിലോ ഹരിതകർമ്മസേന 100% പൂർത്തീകരിക്കുന്നതല്ല. നമ്മൾ തുടർച്ചയായി ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ മുഴുവൻ വീടുകളിൽ നിന്ന് വാങ്ങിക്കാനും പ്ലാസ്റ്റിക് ശേഖരിക്കാനും കഴിയണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ വാർഡെല്ലാം ഒരു പരിധിവരെ നല്ല മാലിന്യം മുക്തമാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി BGS ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹരിതകർമ്മസേന വാർഡുകളിലെ മികച്ച വീടുകൾ, സ്കൂളുകൾ, സ്ഥാപനങ്ങൾ എന്നിവരെ ആദരിച്ചു. ഓരോ മുക്കിലും മൂലയിലും ഏറ്റവും കൂടുതൽ മാലിന്യം കൂടിക്കിടക്കുന്നത് എവിടെയാണ്? അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വാർഡിൽ നിന്ന് തന്നെ ഓരോ തൊഴിലാളികളെയും 2-3 ദിവസം നിർത്താനുള്ള ഒരു നിർദ്ദേശം നമ്മുടെ സെക്രട്ടറി ഇങ്ങനെ സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് സെക്രട്ടറി പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡിൽ ക്ലീനിങ് പ്രത്യേകമായിട്ട് നടത്തുകയും ആ ക്ലീനിങ് എല്ലാം നടത്തിക്കഴിഞ്ഞ് നമ്മുടെ 18 വാർഡുകളിലും ശുചിത്വ വാർഡായി പ്രഖ്യാപിക്കുകയും നമ്മൾ ചെയ്തതാണ്. അതിനുശേഷമാണ് നമ്മളിന്ന് പഞ്ചായത്ത് ഓഫീസിൽ ഞായറാഴ്ചയാണെങ്കിലും ഇതിനുള്ള ഒരു ശുചിത്വ പ്രഖ്യാപനം നടത്തണമെന്ന നിർദ്ദേശം അനുസരിച്ച് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു.